നമസ്കാരം. നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ദിലീപിന്റെ ഉടമസ്ഥയിലുള്ള ചാലക്കുടി ഡി സിനിമാസിന് പ്രവർത്തനാനുമതി ലഭ്യമായതിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. ഇടുക്കിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. തലസ്ഥാനത്ത് വൻകിട ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഓൺലൈൻ പെൺവാണിഭം നടക്കുന്നതായി പോലീസ്. കാണാം, ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ജാമ്യഹർജിയിൽ ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. കേസിൽ അടിയന്തര സാഹചര്യമില്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് കേസ് മാറ്റിവെച്ചത്. ഇതിനിടെ ദിലീപിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള അങ്കമാലി കോടതി വിധിയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. സമാന മനസ്സുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ് ഉത്തരവെന്ന് വിധിന്യായത്തിൽ പറയുന്നു. രാവിലെ 10:15 അഡ്വക്കേറ്റ് കെ രാംകുമാർ മുഖേന ദിലീപ് ജാമ്യഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ആവശ്യവും ഹർജിയിൽ മുന്നോട്ട് വച്ചിരുന്നു. 2 മണിയോടെ കോടതി ഹർജി പരിഗണിച്ചു. കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ രാംകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഉടൻ വാദം കേൾക്കേണ്ട സാഹചര്യം ഈ കേസിൽ ഇല്ലെന്നായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരുടെ നിലപാട്. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതായി ജസ്റ്റിസ് സുധീന്ദ്രകുമാർ അറിയിച്ചത്. വ്യാഴാഴ്ച ജാമ്യഹർജികൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ച് വാദം കേൾക്കും. ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ദിലീപ് ജാമ്യഹർജിയിൽ ആരോപിച്ചത്. പോലീസ് ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ താനുമായി ബന്ധമില്ലാത്തതാണ്. മാത്രമല്ല, താൻ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ദിലീപ് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നു. ജാമ്യത്തിൽ വിട്ടാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായും അങ്കമാലി കോടതി വിലയിരുത്തിയിരുന്നു. ദിലീപിന് ജാമ്യം നിഷേധിച്ചത് സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ദിലീപ് ഇപ്പോൾ ആലുവ സബ് ജയിലിലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ മൊഴി രേഖപ്പെടുത്തി. സ്പീക്കറുടെ ഓഫീസിന്റെ അതൃപ്തിയെ തുടർന്ന് പി ടി തോമസ് MLA മൊഴിയെടുക്കൽ ഈ മാസം 21 മാറ്റി. അൻവർ സാദത്ത്, മുകേഷ് എന്നിവരോട് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ആരാഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ MLA-മാരായ പി ടി തോമസ്, അൻവർ സാദത്ത്, മുകേഷ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. രാവിലെ അൻവർ സാദത്തിന്റെയും മുകേഷിന്റെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പി ടി തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനായില്ല. സ്പീക്കറുടെ അനുമതിയില്ലാതെ MLA ഹോസ്റ്റലിൽ പ്രവേശിച്ച് മൊഴി രേഖപ്പെടുത്തിയ നടപടി സ്പീക്കറുടെ ഓഫീസ് തടഞ്ഞു. രാവിലെ 10 മണിയോടെയായിരുന്നു അൻവർ സാദത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപുമായും പൾസർ സുനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. വിദേശയാത്ര സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി മൊഴിയായി രേഖപ്പെടുത്തി. ഒന്ന്, ഞാൻ ദിലീപുമായിട്ട് എന്താണ് എൻ്റെ ബന്ധം? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് എന്നുള്ള ഇതിലും അന്ന് പത്രമാധ്യമങ്ങളുടെ തന്നെ പറഞ്ഞ് ആ രീതി തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദിലീപിനെ ഫോൺ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന രീതിയിലാണ് ഫോൺ ചെയ്തു. പലതവണ ഈ സംഭവം നടങ്ങിയ പിറ്റേ ദിവസം മുതലുള്ള ഫോൺ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ദിലീപിനെ വീട്ടിൽ പോയി കണ്ട കാര്യങ്ങൾ ആദ്യ പ്രാവശ്യം പോയി കണ്ടു. പിന്നീടും ഒരു കണ്ട കാര്യം എല്ലാം കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടായ സംസാരങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൾസർ സുനിയായിട്ട് പരിചയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യാതൊരു ബന്ധവും അറിയപ്പോലത്തെ ആളാ എന്ന് അത് സംസാരിച്ചു. 11:45 മുകേഷിന്റെ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. മുകേഷിനൊപ്പം പൾസർ സുനി ഡ്രൈവറായി ജോലി നോക്കിയതും പുറത്താക്കാനുമുള്ള കാരണങ്ങളാണ് പ്രധാന മൊഴിയായി രേഖപ്പെടുത്തിയത്. സ്പീക്കറുടെ അനുമതിയോടെയോ പുറത്തുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചോ ഈ മാസം 21 പി ടി തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ പ്രതിയായേക്കും. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിൽ നിന്ന് മറ്റൊരു മെമ്മറി കാർഡ് പോലീസ് കണ്ടെടുത്തു. സഹോദരൻ അനൂപും 2 ബന്ധുക്കളും ആലുവ സബ് ജയിലിലെത്തി ഇതിനിടെ ദിലീപിനെ കണ്ടു. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു പൾസർ സുനിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ പൾസർ സുനിയുടെ വസ്ത്രങ്ങൾ, മെമ്മറി കാർഡ്, 2 സിം കാർഡുകൾ, മൊബൈൽ ഫോൺ എന്നിവ പോലീസ് പിടിച്ചെടുത്തിരുന്നു. മെമ്മറി കാർഡ് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനയിൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ ഉള്ളതായും വ്യക്തമായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച യഥാർത്ഥ ഫോണിനായി അന്വേഷണം തുടരുകയാണ്.
ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോയെ ഉടൻ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ഇതിനിടെ പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. രാജുവിൽ നിന്ന് മറ്റൊരു മെമ്മറി കാർഡ് പോലീസ് പിടിച്ചെടുത്തു. പ്രാഥമിക പരിശോധനയിൽ മെമ്മറി കാർഡിൽ ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായി. വിദഗ്ധ പരിശോധനയ്ക്കായി മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനി 2 വർഷം മുമ്പ് മറ്റൊരു കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ലോഹി സിനിമകളിലൂടെ നായികാ പദവിയിലെത്തിയ യുവനടിയായിരുന്നു അന്നത്തെ ഇര. ഇപ്പോൾ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവാണ് കൊട്ടേഷൻ നൽകിയതെന്ന വിവരവും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. റിപ്പോർട്ടിൽ 2 വർഷം മുമ്പ് നടന്ന കൊട്ടേഷൻ മാനഭംഗത്തിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അക്കാലത്ത് സജീവമായിരുന്ന ഒരു യുവ നടിയാണ് ആക്രമണത്തിന് ഇരയായത്. ലോഹി സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ നടി സംഭവത്തോടെ സിനിമയിൽ സജീവമല്ലാതായി. ഇപ്പോൾ സജീവമായ ഒരു നിർമ്മാതാവായിരുന്നു അന്ന് കൊട്ടേഷനു പിന്നിൽ. ഇയാളിപ്പോൾ ദിലീപിനായി സജീവമായി രംഗത്തുണ്ട്. ദിലീപിന് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയതും ഈ നിർമ്മാതാവാണ്. അന്ന് ആക്രമണത്തിന് ഇരയായ നടി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. സിനിമാ മേഖലയിൽ അന്ന് സംഭവം സജീവ ചർച്ചയായെങ്കിലും നടിക്ക് പിന്തുണ നൽകാനോ ആരും മുന്നോട്ട് വന്നതുമില്ല. സംഭവത്തോടെ മാനസികമായി തകർന്ന നടി സിനിമാ മേഖലയിൽ നിന്ന് മെല്ലെ അപ്രത്യക്ഷയായി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ച പോലീസ് സംഘത്തിനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഇതിനെ തുടർന്ന് നടിയെ പോലീസ് സമീപിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചാൽ സഹകരിക്കാൻ തയ്യാറാണെന്ന സന്ദേശം നടി പോലീസിന് കൈമാറിക്കഴിഞ്ഞു. ആരോപണ വിധേയനായ നിർമ്മാതാവിന് ദിലീപുമായി ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. കിളിരൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാതാവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കാൻ നടി തയ്യാറായ സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണ വിധേയനായ നിർമ്മാതാവിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ ഉടമസ്ഥയിലുള്ള ചാലക്കുടി ഡി സിനിമാസിന് പ്രവർത്തനാനുമതി ലഭ്യമായതിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. ചാലക്കുടി നഗരസഭാ കൗൺസിലാണ് ശുപാർശ നൽകിയത്. 2014 UDF ഭരണസമിതിയാണ് തിയേറ്ററിന് പ്രവർത്തനാനുമതി നൽകിയത്. അനുമതി നേടിയെടുക്കാൻ ദിലീപ് ഭരണസമിതിക്ക് 20 ലക്ഷം രൂപ കൈക്കൂലി നൽകിയതായി LDF കൗൺസിലർമാർ ആരോപിച്ചു. ഇതിനു പുറമെ 5 ലക്ഷം രൂപ നഗരസഭാ ടൗൺ ഹാൾ നിർമ്മാണത്തിനായി ദിലീപ് സംഭാവന നൽകിയെന്നും ആരോപണമുയർന്നു. കയ്യേറ്റ ഭൂമിയിലെ തിയേറ്റർ നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. തമിഴ് മാധ്യമങ്ങൾക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതിനെതിരെയാണ് വിമർശനം. നടിയുടെ പേരും ചിത്രവും നൽകുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ കത്തയച്ചു. തമിഴ്നാട് വനിതാ കമ്മീഷനും PRD ഡയറക്ടർക്കുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ കത്തയച്ചത്. നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ MC ജോസഫൈൻ കത്തിൽ ആവശ്യപ്പെട്ടു. നൽകിയ വാർത്തകളിലെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയത് നീക്കം ചെയ്യണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മടവൂർ CM സെന്ററിൽ 13 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. CM സെന്ററിനെ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ യഥാർത്ഥ പ്രതിയാണോ എന്ന് സംശയിക്കുന്നതായും ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മടവൂർ CM സെന്ററിൽ വെച്ച് 13 വയസ്സുകാരനായ അബ്ദുൾ മാജിദ് കുത്തേറ്റ് മരിച്ചത്. സംഭവവുമായി പ്രതി ഷംസുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രകൃതിവിരുദ്ധ പീഡനത്തിനുൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തായിരുന്നു അറസ്റ്റ്. മാജിദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉണ്ടെന്നാണ് ബന്ധുക്കളുടെ പരാതി. മരണത്തിന് ഒരു ദിവസം മുൻപ് താൻ വീണതായും നെഞ്ചിൽ പരിക്കേറ്റതായും കുട്ടി ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. CM സെന്ററിൽ നിൽക്കാൻ താൽപര്യമില്ലെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചതായും മാജിദിന്റെ പിതാവ് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി യഥാർത്ഥ പ്രതിയാണോ എന്ന് സംശയിക്കുന്നതായും പിതാവ് മമ്മൂട്ടി പറഞ്ഞു. ആരെങ്കിലും പറയുമ്പോഴേക്കും അതിന്റെ വ്യക്തമായ തെളിവുകൾ വേണം. തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആരാണ് പ്രതി കൊന്നാളെന്നൊക്കെ പറയാൻ പറ്റും. ആരെങ്കിലും ഞാൻ സംബന്ധിച്ചു പറയുമ്പോഴേക്കും അത് നമുക്ക് വിശ്വസിക്കാൻ പ്രതിയാവരുതല്ല, നമുക്ക് വിശ്വസിക്കാൻ പ്രശ്നം. അത് ഉത്തരവാദപ്പെട്ട അതിന്റെ തെളിവുകൾ എന്നാൽ നമുക്ക് അംഗീകരിച്ചു. തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നും CM സെന്ററിൽ നിന്ന് രക്ഷിക്കണമെന്നും മാജിദിന്റെ സുഹൃത്തുക്കൾ പരാതി പറഞ്ഞിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അന്വേഷിക്കണമെന്നും കമ്മീഷണർക്ക് നൽകിയ കത്തിൽ മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടുക്കിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കൊച്ചിയിലേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി 2 യുവാക്കളാണ് പിടിയിലായത്. രാജാക്കാട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. രാജാക്കാട് കലിംഗി സിറ്റിക്ക് സമീപത്തു നിന്നുമാണ് കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത്. പൂപ്പാറയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടെ പിടിക്കപ്പെടുകയായിരുന്നു. 6.5 കിലോ കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് രാജാക്കാട് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പൂപ്പാറ സ്വദേശി സുഭാഷ്, തമിഴ്നാട് തേനി ജില്ലയിലെ ബോഡിനായ്ക്കന്നൂർ സ്വദേശി ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവർക്കായി അന്വേഷണം നടന്നുവരികയാണ്.
തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കി വഴി കൊച്ചിയിലേക്ക് കഞ്ചാവ് കടത്തുന്നത് വ്യാപകമാവുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് കടത്താനുള്ള ശ്രമത്തിനിടെ അടിമാലിയിൽ വെച്ച് 10 കിലോഗ്രാം കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തലസ്ഥാനത്ത് വൻകിട ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഓൺലൈൻ പെൺവാണിഭം നടക്കുന്നതായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പോലീസ് നടത്തിയ റെയ്ഡിൽ അന്തർ സംസ്ഥാന പെൺവാണിഭ സംഘം ഉൾപ്പെടെ നിരവധി പേർ പോലീസിന്റെ വലയിലായിരുന്നു. അതേസമയം തലസ്ഥാനത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പെൺവാണിഭ സംഘങ്ങൾക്കായി പോലീസ് നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. തലസ്ഥാനത്തെ വൻകിട ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പെൺവാണിഭം വ്യാപകമായിരിക്കുന്നത്. ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചതാകട്ടെ തലസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും. കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറും പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തിയപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത് നിരവധി പെൺവാണിഭ സംഘങ്ങൾ. സ്ത്രീകൾ ഉൾപ്പെടെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു. കൂടാതെ മറ്റ് ചില കണ്ണികൾ പോലീസ് നിരീക്ഷണത്തിലുമാണ്. പേരൂർക്കട, അമ്പലമുക്ക്, കഴക്കൂട്ടം, കാര്യവട്ടം, പേട്ട എന്നിവിടങ്ങളിലെ ചില ഫ്ളാറ്റുകളിലാണ് ഷാഡോ പോലീസ് റെയ്ഡ് നടത്തിയത്. വഴുതക്കാട്ടുള്ള ഒരു ഫ്ളാറ്റും പോലീസ് നിരീക്ഷണത്തിലാണ്. വൻകിട ഫ്ളാറ്റുകൾ വലിയ തുക നൽകിയാണ് ഇടപാടുകാർ വാടകയ്ക്കെടുക്കുന്നത്. പല ഫ്ളാറ്റുകളും അടച്ചിട്ടിരിക്കുന്നത് ഒഴിവാക്കാനായി ഉടമസ്ഥർ മോഹ വാടക തുക വാങ്ങി എന്തിനാണെന്ന് പോലും ചോദിക്കാതെ വാടകയ്ക്ക് നൽകാറാണ് പതിവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാട്സാപ്പിലൂടെ പെൺകുട്ടികളുടെ ചിത്രം കൈമാറുകയാണ് വാണിഭക്കാരുടെ ആദ്യ നടപടി. അതിനുശേഷം ഇടപാടിന് തയ്യാറായി എത്തുന്നവർക്ക് പെൺകുട്ടികളുടെ റേറ്റും ആ തുക അടയ്ക്കേണ്ട ബാങ്ക് അക്കൗണ്ട് നമ്പറുകളും കൈമാറും. ടെക്നോ പാർക്കിലെ പെൺകുട്ടികളെയാണ് ഇടപാടിനായി കൂടുതലായി ഉപയോഗിക്കുക. എല്ലാം ഫിക്സായാൽ മാത്രം ഇടപാടുകാർ അവരുടെ സ്വന്തം വാഹനങ്ങളിൽ ആവശ്യക്കാരെയും പെൺകുട്ടികളെയുമായും ഒരുമിച്ച് ഫ്ളാറ്റുകളിൽ എത്തിച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോ ഇടപാടിലൂടെയും 10,000ങ്ങളാണ് പെൺവാണിഭ സംഘങ്ങൾ ആവശ്യക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത്. ബാങ്ക് ഇടപാടുകൾ, ആഡംബര വാഹനങ്ങൾ, പരിശോധനകൾ, കടന്നുവരാത്ത ഫ്ളാറ്റുകൾ, അങ്ങനെ എല്ലാം സേഫ് ആകുമെന്നാണ് പെൺവാണിഭക്കാർ കരുതിയിരിക്കുന്നതെന്നും പോലീസ് വെളിപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിലും ഫ്ളാറ്റുകളിൽ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം. കാര്യങ്ങൾ തിരക്കാതെ വൻതുകയ്ക്ക് ഫ്ളാറ്റുകൾ വാടകയ്ക്ക് നൽകുന്ന ഫ്ളാറ്റ് ഉടമസ്ഥന്മാർക്കും പോലീസ് നോട്ടീസ് നൽകും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കിയിലെ ക്വാറി മാഫിയയ്ക്കെതിരെ നടപടി ശക്തമാക്കി ജില്ലാ ഭരണകൂടം. സർക്കാർ ഭൂമിയിൽ നിന്ന് അനധികൃതമായി പാറ പൊട്ടിച്ച് കടത്തിയവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കഞ്ഞിക്കുഴിയിൽ ക്വാറി പ്രവർത്തിച്ചവർക്കെതിരെ കേസെടുക്കാനാണ് അഡീഷണൽ തഹസീൽദാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദിവാസി മേഖലയായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നരത്താനിൽ നിന്നും പാറ പൊട്ടിച്ച് കടത്തിയവർക്കെതിരെ കേസെടുക്കാനാണ് അഡീഷണൽ തഹസീൽദാർ നിർദ്ദേശം നൽകിയത്. 2015 അവസാനത്തോടെ ആരംഭിച്ച പാറ ഖനനത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെ താൽക്കാലികമായി നിർത്തിയെങ്കിലും പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. നിരോധിത മേഖലയിൽ നടന്ന ഖനനം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പരാതികൾ വീണ്ടും ഉയർന്നതോടെ സർക്കാർ നിർദ്ദേശത്തെ തുടർന്നുള്ള പരിശോധനയ്ക്കൊടുവിലാണ് കേസെടുക്കാൻ തീരുമാനിച്ചത്. ഇല്ലിക്കൽ സജി ജോസഫ്, കുത്തനാപ്പള്ളിൽ രാജുമണി എന്നിവർക്കെതിരെയാണ് നടപടിക്ക് നിർദ്ദേശം. കാലയളവിൽ ഇവിടെ നിന്ന് 1 കോടി രൂപയുടെ കരിങ്കൽ കടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. സമീപത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു ക്വാറികൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇവിടെ അന്നിരുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ ഇപ്പം ഇരിക്കുന്ന പുതിയ ഭരണമാറ്റത്തോടു കൂടി അവരെയൊക്കെ വയനാട്ടിലേക്കൊക്കെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇത്രയും കിടക്കുന്ന ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു സ്വകാര്യ വ്യക്തി കയ്യിൽ നിന്ന് മേടിച്ച് പുറത്തു നിന്നുള്ള ആൾക്കാർ വന്നാണ് ഇതെല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് ആദിവാസി മേഖലയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായ ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ഇടുക്കിയിലെ അനധികൃത കരിങ്കൽ ക്വാറികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അഡീഷണൽ തഹസീൽദാറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ നടപടി ആരംഭിച്ചതായി കഞ്ഞിക്കുഴി സിഐ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നഴ്സിംഗ് സമരത്തിന്റെ പേരിൽ ചില സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിഷേധിക്കുന്നതായി ആരോപണം. തൃശൂരിലെ 3 സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ച പൊന്നാനി സ്വദേശിയായ സെയിൽസ് ടാക്സ് ഓഫീസർ മരിച്ചു. എന്നാൽ ഈ ദിവസങ്ങളിൽ നഴ്സുമാർ സമരം ചെയ്തിട്ടില്ലെന്ന് UNA വ്യക്തമാക്കി. ഈ മാസം 9-ന് പൊന്നാനിയിൽ വെച്ച് സെയിൽസ് ടാക്സ് ഓഫീസറായിരുന്ന വിജയരാഘവനും മകനും വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ കൂർക്കഞ്ചേരിയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ നഴ്സുമാരുടെ സമരം നടക്കുന്നുവെന്ന് പറഞ്ഞ് 13-ന് ഇരുവരെയും നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തതായി വീട്ടുകാർ പറയുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പിറ്റേ ദിവസം ഈ ആശുപത്രിയിലടക്കം തൃശൂരിലെ 3 ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ചികിത്സിക്കാൻ തയ്യാറായില്ലെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. നഴ്സിംഗ് സമരമാണ് കാരണമായി പറഞ്ഞത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ച വിജയരാഘവൻ കഴിഞ്ഞ ദിവസം മരിച്ചു. മാത്രം ഈ എലൈറ്റിനെ സംബന്ധിച്ച് എന്തായാലും അവരുടെ പേരിൽ കൊടുത്തേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കൊണ്ടുവന്ന് അവർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരണ്ടേ. സ്ഥലം ഇല്ലെങ്കിൽ ഉള്ളവർക്ക് അവർ ചെയ്തു തരണ്ടേ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ സ്ഥലം ഉണ്ടായിട്ടോ
ഒരു 4-5 ദിവസത്തെ ചികിത്സയിൽ ഒരു 10-60 പുറത്ത് 60,000 രൂപ പുറത്തോടെ ട്രീറ്റ്മെന്റ് ചെലവാക്കി. അത് വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം ആ പേഷ്യന്റിന് പിന്നെയും വയ്യാണ്ടായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ കയറ്റില്ലെന്ന് പറഞ്ഞ് അവർ തള്ളിവിട്ടു. എന്നാൽ ഈ ദിവസങ്ങളിൽ സമരം നടത്തിയിട്ടില്ലെന്നും മാനേജ്മെന്റുകളുടേത് സമ്മർദ്ദതന്ത്രമാണെന്നും നഴ്സുമാരുടെ സംഘടനയായ UNA വ്യക്തമാക്കി. വിജയരാഘവന് ചികിത്സ നിഷേധിച്ച ആശുപത്രികൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് വീട്ടുകാർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട് ബാണാസുര സാഗർ ഡാമിൽ മീൻ പിടിക്കുന്നതിനിടെ കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെ സ്ഥലത്തെത്തിച്ച് തെരച്ചിൽ നടത്താനാണ് നീക്കം. ഞായറാഴ്ച രാത്രിയാണ് 7-അംഗ സംഘം വഞ്ചി മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 3 പേർ രക്ഷപ്പെട്ടിരുന്നു. ഒരു ദുരന്ത കാഴ്ചയിലേക്ക്. കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കാനിറങ്ങിയ 7-അംഗ സംഘത്തിലെ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മണിക്കൂറുകളോളം തുടർന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല. തുർക്കി ജീവൻ രക്ഷാ സമിതിയും പോലീസും വനംവകുപ്പും നാട്ടുകാരുമെല്ലാം നടത്തിയ പരിശ്രമങ്ങളാണ് വിഫലമായത്. ഈ സാഹചര്യത്തിലാണ് നാവികസേന എത്തിയത്. തുഷാരഗിരി ചെമ്പുകടവ് സ്വദേശികളായ സച്ചിൻ, ബിനു, മെൽവിൻ, പ്രദേശവാസിയായ വിൽസൺ എന്നിവർക്ക് വേണ്ടിയാണ് തിരച്ചിൽ. 7-അംഗ സംഘത്തിലെ രക്ഷപ്പെട്ട 3 പേർ നൽകിയ വിവരങ്ങൾക്കനുസരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ ഇതിന് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ശക്തമായ കാറ്റും മഴയും കാരണമാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി മറിഞ്ഞ് അപകടമുണ്ടായത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. ബംഗളൂരുവിൽ ADMK നേതാവ് VK ശശികല തടവിൽ കഴിയുന്ന പരപ്പന അഗ്രഹാര ജയിലിലെ ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവന്ന DIGക്ക് സ്ഥലമാറ്റം. DIG D രൂപയെയാണ് കർണാടക സർക്കാർ സ്ഥലം മാറ്റിയത്. ജയിൽ വകുപ്പിൽ നിന്ന് റോഡ് സുരക്ഷാ ട്രാഫിക് വിഭാഗത്തിലേക്കാണ് സ്ഥലം മാറ്റം നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട് കർണാടക പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന ADMK നേതാവ് VK ശശികലയ്ക്ക് ജയിലിൽ VIP പരിചരണം ലഭിക്കുന്നുവെന്ന് റിപ്പോർട്ട് നൽകിയ DIG D രൂപയെയാണ് സ്ഥലം മാറ്റിയത്. ജയിൽ വകുപ്പിൽ നിന്ന് റോഡ് സുരക്ഷാ ട്രാഫിക് വിഭാഗത്തിലേക്കാണ് സ്ഥലം മാറ്റം. ജയിൽ അധികൃതർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയാണ് ശശികലയ്ക്ക് ആനുകൂല്യം നൽകിയതെന്നായിരുന്നു രൂപയുടെ റിപ്പോർട്ട്. ജയിൽ DGP HN സത്യനാരായണ റാവുവിനെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു രൂപയുടെ റിപ്പോർട്ട്. റാവുവിനെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. അഴിമതി വിരുദ്ധ വിഭാഗം ADGP NS മെഖരിക്കിന് പകരം ചുമതല നൽകി. ശശികലയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ വീഡിയോ ദൃശ്യം അടക്കമാണ് DGPക്കെതിരെ രൂപ പരാതി നൽകിയത്. റാവുവിനെതിരായ മറ്റ് ആരോപണങ്ങളും രൂപ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ചെന്ന് കാട്ടി രൂപയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് സർക്കാർ അയച്ചിരുന്നു. എന്നാൽ തന്നെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ അധാർമികമാണെന്ന് രൂപ പ്രതികരിച്ചു. താൻ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും സത്യസന്ധമായ അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും രൂപ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പൂജ നടത്തി 50 ലക്ഷം രൂപ തട്ടിയെടുത്ത പൂജാരികൾ പോലീസിന്റെ പിടിയിലായി. ഹൈദരാബാദ് വാറങ്കലിലെ BJP MLAയുടെ പരാതിയെ തുടർന്നാണ് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദിലെ വാറങ്കലിലുള്ള BJP MLAയാണ് ലക്ഷങ്ങൾ മുടക്കി മന്ത്രിയാകാൻ പൂജ നടത്തിയത്. ഒടുവിൽ മന്ത്രിയായതുമില്ല, പണം നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ പൂജാരിമാർ തന്നെ വഞ്ചിച്ചെന്നു കാട്ടി MLA പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 പൂജാരിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രത്യേകതരം പൂജ നടത്തിയാൽ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ പൂജാരിമാരെ ബന്ധുവാണ് നേതാവിന് പരിചയപ്പെടുത്തിയത്. തുടർന്ന് 50 ലക്ഷം രൂപ പല ഘട്ടങ്ങളായി നൽകി പൂജ നടത്തുകയായിരുന്നു. മന്ത്രിസ്ഥാനം കിട്ടാതായതോടെ തട്ടിപ്പ് മനസ്സിലാക്കിയ MLA പൂജാരിമാർക്കെതിരെ തിരിയുകയായിരുന്നു. വാറങ്കലിലെ കരീമാബാദ് പ്രദേശത്തുള്ള നരസിംഹ, രാജു എന്നീ പൂജാരിമാരാണ് അറസ്റ്റിലായത്. ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ വാങ്ങിയാണ് ഇവർ പൂജകൾ ആരംഭിച്ചതെന്ന് പോലീസ് പറയുന്നു. പിന്നീട് പല ആവശ്യങ്ങൾ പറഞ്ഞ് MLAയുടെയും ബന്ധുക്കളുടെയും കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. MLAയുടെ ആവശ്യപ്രകാരം ബന്ധുക്കളാണ് പൂജാരിമാർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. തുടർന്ന് പൂജയ്ക്ക് നേതൃത്വം നൽകിയ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് മന്ത്രിയാകാൻ MLA പൂജ നടത്തിയ വിവരം പുറത്തറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്. മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന കേസിൽ മുൻ DGP സെൻകുമാറിന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയ കേസിലാണ് മുൻ പോലീസ് മേധാവി TP സെൻകുമാറിന് ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യം ലഭ്യമായത്. ഉപാധികളോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സെൻകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. സെൻകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അന്തിമ തീരുമാനമാകും വരെയാണ് ഇടക്കാല ജാമ്യം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ നിലപാടും ഹൈക്കോടതി തേടി. IPC 153A പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് സൈബർ പോലീസ് സെൻകുമാറിനെതിരെ കേസെടുത്തത്. വിവാദ അഭിമുഖം പ്രസിദ്ധീകരിച്ച വാരികയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സെൻകുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം നൽകിയിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെൻകുമാർ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്.
100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 പേർ മുസ്ലിം വിഭാഗക്കാരാണെന്ന അദ്ദേഹത്തിന്റെ പരാമർശമാണ് കൂടുതൽ വിവാദമായത്. ന്യൂസ് ഡെസ്ക്. എന്ത് ധരിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും RSS തീരുമാനിക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൗരന്റെ മൗലിക അവകാശങ്ങൾ RSS ഹനിക്കുന്നു, കുടുംബങ്ങളിൽ മനുസ്മൃതി അടിച്ചേൽപ്പിക്കുന്നു. പ്രധാനമന്ത്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അസാധു നോട്ട് മാറാൻ ഇനി സമയം നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ റദ്ദാക്കിയ നോട്ടുകൾ മാറ്റിവാങ്ങാൻ അർഹരായവർക്ക് ഒരവസരം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇനിയും സമയം അനുവദിച്ചാൽ കള്ളപ്പണം തടയാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്ക് തടസ്സമാകുമെന്ന് ആണ് കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം. കോഴിവില നിശ്ചയിക്കുന്ന കാര്യത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കോഴിവില നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും കോഴി 115 രൂപയ്ക്കും കോഴിയിറച്ചി 170 രൂപയ്ക്കും വിൽപ്പന നടത്തുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നു. വിഷയത്തിൽ ധനമന്ത്രിയുമായി ധാരണയിൽ എത്തിയതായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരുവിധ ധാരണകളും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. കോഴിവില കുറയ്ക്കുന്ന കാര്യത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. വില നിശ്ചയിക്കാൻ സർക്കാരിന് ഒരധികാരവുമില്ലെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയുമായിരിക്കും ഇനി മുതൽ വില നിശ്ചയിക്കുക എന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ പറഞ്ഞു. ധാരണ എത്തിക്കാൻ ഗവൺമെന്റിന് കോഴിവില നിശ്ചയിക്കാൻ അധികാരമില്ല. അപ്പം ഞങ്ങൾ സ്വയം കുറച്ച് വെക്കുകയാണ്. ധനകാര്യമന്ത്രിയായിട്ട് നേരിട്ട് വിളിച്ച് സംസാരിച്ചതാണ്. ഞാൻ കോഴിക്കോട് ജില്ലയുടെ വൈസ് പ്രസിഡന്റും കൂടിയിട്ട് നേരിട്ട് സംസാരിച്ചാണ്. അത് ഞങ്ങൾ ആവർത്തിക്കുന്നു. കോഴി 115 രൂപയ്ക്കും കോഴിയിറച്ചി 170 രൂപയ്ക്കും ഇനി മുതൽ വിൽപ്പന നടത്തുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തി ധാരണയിൽ എത്തിയതായാണ് വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട്. എന്നാൽ ഇത്തരത്തിൽ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായും വിലയിൽ പുതിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ധാരണയിലും എത്തിയിട്ടില്ല എന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.